ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു NK Edit. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ക്യാപ്കട്ടിൻ്റെ പുതിയ അപ്ഡേറ്റിൽ അവർ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ അധികം ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാപ്കട്ടിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് ഒരു 7.6.0 ആ ഒരു വേർഷനാണ് അവർ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ഇന്നൊരു 5 ഫീച്ചേഴ്സാണ് പുതുതായിട്ട് വന്ന 5 ഫീച്ചേഴ്സാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻ്റർഫേസ് പറയുന്നത്. ഈ ഒരു ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് കുറേ അധികം മാറ്റങ്ങളാണ്. ഇവിടെ മുകളിലായിട്ട് തന്നെ പുതിയ ഫീച്ചേഴ്സിൻ്റെയൊക്കെ ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ക്യാമറ, അതേപോലെ ക്യാപ്ഷൻ, എൻഹാൻസ്, ഓട്ടോ കട്ട്, പ്രോംപ്റ്റർ എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും ഇവിടെ യൂസർ ഇൻ്റർഫേസിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. വേർഷൻ ഞാൻ കാണിച്ചു തരാം. വേർഷൻ 7.6.0 ആണ് വേർഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലോക്ക് ഓൺ എന്ന് പറഞ്ഞൊരു ലോക്ക് ഓൺ അങ്ങനെ പറഞ്ഞൊരു ഫീച്ചറാണ്. അത് എന്താണെന്ന് വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മളൊന്നൊരു വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ശേഷം ഞാൻ ഇതിൻ്റെ ഓഡിയോ ഒന്ന് കുറക്കുന്നുണ്ട്, കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലോണ്ട്. ദെൻ നമ്മൾ ഓഡിയോ ലോക്ക് ചെയ്ത് കുറച്ചിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുക. ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പം ലോക്ക് ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഫേസ്, ബോഡി, ഹാൻഡ്. ഇതേപോലെ ഞാനിപ്പോൾ ഫേസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫേസ് ആണ് ലോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ദെൻ സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആ ഒരു ലോക്ക് ഓൺ എന്ന് പറഞ്ഞാൽ ഇതിൽ പോയിട്ട് ഞാനിപ്പോൾ ബോഡിയാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഹെഡ് എന്തോ വിസിബിൾ അല്ലാത്തതുകൊണ്ട് ഇതാവുന്നില്ല. ദെൻ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അപ്ലൈയിങ് ലോക്ക് ഓൺ എഫക്റ്റ്, ആ ഒരു എഫക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് അപ്ലൈ ആവുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ അതെന്താണ് ആ ഒരു എഫക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ തിരിയുന്നുണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു എഫക്റ്റ് നിങ്ങളുടെ വീഡിയോയിൽ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തിരിയും. ഇപ്പോൾ പറഞ്ഞാൽ ആ ഒരു ബോഡി കംപ്ലീറ്റ് ആയി ലോക്കായിട്ടുള്ള ആ ഒരു ഇതാണ് വന്നിട്ടുള്ളത്. ദെൻ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റൊട്ടേഷൻ, ഫിൽ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇതാണ് പുതുതായിട്ട് വന്ന ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചർ പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ 3 ലെയർ വീഡിയോസ് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ 3 ലെയർ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട്. അതായത് സെയിം സൈസിൽ നമുക്ക് എല്ലാ ലെയറും ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനത്തെ കുറേയധികം പ്രോബ്ലംസ് ഉണ്ട്. അതിന് സൊല്യൂഷനായിട്ട് ഇവിടെ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഫോട്ടോസിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഇതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 3 ഫോട്ടോസാണ് എടുക്കുന്നത്. ഇതേപോലെ 3 ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ നമുക്കിവിടെ കൊളാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ ടാപ്പ് ചെയ്യാം. അത് ടാപ്പ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അറേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു രീതി നമുക്കിവിടെ ഡീഫോൾട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു രീതിക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിക്ക്, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ, ഏതൊരു രീതിക്ക് വേണമെങ്കിലും ജസ്റ്റ് 1 ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൂടാണ്ട് തന്നെ നിങ്ങൾക്ക് റേഷ്യോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഏത് റേഷ്യോയിലാണോ വേണ്ടത്. റീൽ സൈസ് വേണമെങ്കിൽ റീൽ സൈസ്, 16:9 വേണമെങ്കിൽ അത്, ഏത് റേഷ്യോ ആണെന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലാണോ, മീൻസ് ഏത് കൊളാഷിലാണോ വേണ്ടത് അതും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെലക്ട് ചെയ്യുക. ഈക്വലായിട്ട് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ന്യൂ പ്രൊജക്റ്റിൽ വരിക. നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഫോട്ടോ ഞാൻ വെറുതെ ആഡ് ചെയ്താണെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. ആഡ് ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്യാപ്കട്ടിൽ കുറേ അധികം ഫോൺസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ഫോൺസ്, അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രീനിൽ അത്രയും അധികം ഫോൺസ് ഇവർ തന്നെ നമുക്കിതിൽ തരുന്നുണ്ട്. ഡീഫോൾട്ടായിട്ട് ഇവർ തന്നെ ഇത്രയും അധികം എന്ന് പറഞ്ഞാൽ കുറേ ഫോൺസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ അധികം ഫോൺസും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റൈല്, എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഓപ്ഷൻസ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് പുതുതായിട്ട്. കുറേ അധികം എന്ന് പറഞ്ഞാൽ കുറേ അധികം എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പുതിയൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആനിമേഷൻ, ബബിള്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അധികം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ല, ആനിമേഷനൊക്കെ നമുക്ക് ജസ്റ്റ് 1 ക്ലിക്കിൽ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ക്യാപ്കട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ഫീച്ചറും നിങ്ങളൊരു ക്യാപ്കട്ട് യൂസർ ആണെങ്കിൽ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് മേക്കപ്പ് ആണ്. നമ്മൾ പണ്ട് യുക്യാം അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നില്ലേ ഫോട്ടോസിൻ്റെ, അതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചില എഡിറ്റിംഗ് ഒക്കെ നമുക്ക് നമ്മുടെ ഫോട്ടോസിൽ ക്യാപ്കട്ട് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഫോട്ടോസിൽ നിന്നല്ല, വീഡിയോസിലും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ ഇതേപോലെ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ എൻഹാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു എൻഹാൻസിൽ ഫേസ്, ബോഡി, ഇതേപോലെ 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ ഫേസ് ആണ് ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത്.
ഫേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിവിടെ സ്മൂത്ത്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, സ്കിൻ ടോണ്, അതേപോലെ കുറേ അധികം ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ പാർട്ട് ഓഫ് സ്പേസ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ അധികം ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഐസ്, നോസ്, മൗത്ത്, ഐബ്രോ കണ്ടില്ലേ, കുറേ അധികം എന്ന് പറഞ്ഞാൽ കുറേ അധികം. ദെൻ ഇപ്പുറം വന്നാൽ മേക്കപ്പായിട്ട് ഉള്ള കുറേ അധികം സംഭവങ്ങളുണ്ട്. അതായത് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് എങ്ങനെയാണോ ഉണ്ടാവുക ആ ഒരു രീതിക്ക് നമുക്ക് ഒറ്റ ക്ലിക്കിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ മാനുവലായിട്ടും ഉണ്ട്, ഇത് ലോഡായിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, കുറേ അധികം കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീച്ചർ പറഞ്ഞ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു ഫീച്ചർ പറഞ്ഞാൽ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്, അതായത് ടെക്സ്റ്റ് ടു സ്പീച്ച്. അതായത് നമ്മളൊരു ടെക്സ്റ്റ് കൊടുത്താൽ അത് അവർ നമുക്കിങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ വരും. അതായത് നമ്മൾ ന്യൂ പ്രൊജക്റ്റിൽ വരിക, ഏതെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്യുക, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റിൽ വരിക. ടെക്സ്റ്റിൽ വന്ന ശേഷം ആഡ് ടെക്സ്റ്റ് കൊടുത്ത ശേഷം നമ്മളിവിടെ ഹായ്ന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹായ്ന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ടെക്സ്റ്റ് ടു സ്പീച്ച് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ കൊടുത്താൽ നമുക്കിവിടെ കുറേ അധികം വോയിസ് ഉണ്ട്. ഇപ്പോൾ ജെസ്സി, ജോയ്, ചിൽ ഗേൾ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത്, ജെസ്സി എന്നുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഹേയ് എന്നുള്ള ആ ഒരു സ്പീച്ച് കേൾക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അതായത് ഞാനിപ്പം ഈ ഒരു എക്സ്റ്റേണൽ മൈക്കിൻ്റെതാണ് സ്ക്രീൻ റെക്കോർഡറിൽ ഓൺ ആക്കിയിട്ടുള്ളത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കേട്ടില്ലെങ്കിൽ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ സ്ക്രീൻ റെക്കോർഡ് എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്നേരം മാത്രമേ എനിക്ക് തിരിയൂ. ഓക്കെ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബട്ടൺ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വോയിസിൽ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്തത് അത് കേൾക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതാണ് ഈ ഒരു അപ്ഡേറ്റ് പറയുന്നത്. ഈ ഒരു 5 അപ്ഡേറ്റാണ് ക്യാപ്കട്ടിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വേർഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ഒരു വേർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇതിൽ ഏത് അപ്ഡേറ്റാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലുള്ള വീഡിയോസിലേക്കാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.